കൊണ്ട് ബ്രഹ്മം നിർഗുണം നിർവികാരമായ വിച്ഛിന്നം ദ്വൈതാദ്വൈതവർഗിതമെന്നും നിർവാണം നിർവികൽപ്പം ഏറ്റവും അരൂപകം ഈ വണ്ണം എല്ലാം ഈ വണ്ണമെന്നതെല്ലാം വിസ്മരണാനന്ദമാം വാക്കു മാനസത്തിനും എത്താത്തതഗോചരം ഓർക്കിലോർ അഹങ്കാരഭാവനാമവും അല്ല ഭാവവും അഭാവവും അസത്തും സത്തുമല്ല കേവലസ്ഥാനുഭവം എന്നറിവതും അല്ല ജ്ഞാനവും അജ്ഞാനവും വിധിയും നിഷേധവും ആനന്ദ ദുഃഖങ്ങളും വിദ്യയും അല്ലയെന്നും ഇങ്ങനെ മറ്റും ബ്രഹ്മം സർവലക്ഷണഹീനമെന്നല്ലോ വേദശാസ്ത്രമുച്ചത്തിൽ ഘോഷിക്കുന്നു. ഓർത്തിടിൽ ബ്രഹ്മോഹമെന്നുള്ള ശബ്ദവും ശബ്ദമാത്രമാം ബ്രഹ്മം മായ രണ്ടും ശബ്ദമേയുള്ളൂ അല്ലാതെ വേറെ പാർത്താലൊന്നുമേ കാണാനില്ല. ശബ്ദവും ഞാനെന്നൊന്നു നിന്നു ശബ്ദിപ്പതല്ലോ ഞാനാരെന്നവൻ ആരെന്നിങ്ങനെ നോക്കും നേരം ജ്ഞാനമാം തനിക്ക് അന്യമൊന്നുമേ കാണാനില്ല. ജ്ഞാനമായ ബ്രഹ്മമാകും തദ്ഗുണമോർക്കും നേരം തനിക്കു നാമം പോലും തന്നെയും കാണാനില്ല. ഞാനെന്നു ചിത്തസ്മൃതിയൊക്കെയും ജനനമാം ഞാനെന്നതെല്ലാം മറന്നിടുന്നതല്ലോ മൃതി. പിന്നെയും ഞാനെന്നുള്ള മായാവാസന കൊണ്ട് വന്നിടും ജനനവും മരണമജ്ഞാനത്താൽ ഞാനാകുന്നവനാരെന്നിങ്ങനെ ജ്ഞാനത്താലേ താനേ ആരാഞ്ഞു കണ്ടാൽ തന്നെയും ജ്ഞാനത്തെയും കാണാൻ ഇല്ല. അതുനേരം ജനിച്ചതാരോ കഷ്ടം കാണാനില്ലാത്തവനോ മരണം വിധിക്കുന്നു. ജനിച്ചിടാതെ ബഹുമാൻ മരിച്ചതെന്ന് ചൊല്ലു നിലച്ചാൽ ജനിമൃതിയെന്ന് ചൊല്ലേണ്ടതില്ല. ഏതാനുമുണ്ടെങ്കിലും ഇല്ലെന്നവന്നാകിലും ചേതന പരമാത്മാവൊന്നേ പറയേണ്ടു. വെറുതെ വേറെ എന്നു ഭ്രമത്താൽ തോന്നിടുന്നു. വേറായി ശബ്ദപ്രമാണങ്ങൾ ശ്രുതി പ്രത്യക്ഷം ഐതിഹ്യം അനുമാനം ഇങ്ങനെ നാലുവിധം ഇത്യേവം പ്രമാണത്താ തന്നെ കർമ്മങ്ങളുടെ പരിണാമത്വത്താലും വികൽപ്പാദികൾ കൊണ്ടും വിരിഞ്ചം തൻ്റെ ലോകം സൗഖ്യമെന്നായിടിലും വിദ്വാൻമാർ നശിപ്പോന്ന വിപത്തായി എണ്ണീടുന്നു. അദൃഷ്ടമെന്നാകിലോ വേറായിട്ടെണ്ണും നീലാഭക്തി യോഗത്താൽ അത് തൊൽപ്രിയാൽ മുമ്പേ ചൊന്നേൻ ഭക്തിക്കു കാരണവും എന്തെന്നു കേട്ടാലും